വള്ളം നടന്ന തീരെ വെച്ച ഒരു മാസമായി മനസ്സും പടം വെച്ചാണ്ട് കുത്തിരിക്കണം. ഓരോന്നും ഇങ്ങനെ പേരും കാണാനാ പറഞ്ഞിട്ട് വരി വരിയായിട്ട് ഒരു സാധനം തിന്നാൻ കൊണ്ടുവരില്ല. അയമ്മൂന്റെ പൊട്ടച്ചക്കന്റെ ഒച്ചയാണല്ലോ കേക്കണത്. ചെക്കൻ ഇങ്ങടെ വരുന്നു പോകുന്നത് ഇവിടെ കിടക്കാവുന്നല്ലേ. കുഞ്ഞാപ്പുക്ക 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 ആ നിങ്ങൾ ഇവിടെ എന്താ ചാണാപ്പൂയി കിടക്കണ പോലെ കിടക്കണേ? ചാണപ്പൂയി അന്റെ വാക്ക് സുഖന്നല്ലേ? ഉച്ചക്ക് തീരെ വയ്യ, അതുകൊണ്ട് നിങ്ങളുടെ വിവരം അറിയാൻ വേണ്ടി എന്നെ പറഞ്ഞയച്ചതാണേ. അല്ല ഓൻ കിടപ്പില്ല? ആ കിടപ്പിലെന്നെയാണ്. ചോറ് തിന്നാൻ നേരത്ത് മാത്രമേ ഒരു ഉസാറുള്ളൂ. ആവും സമാധാനായി. അല്ലപ്പ സമാധാനല്ലേന്ന് ചോദിച്ചതാ. ഒരു സമാധാനം ഇല്ല, ഏത് നേരം വായക്ക് ചൊറിച്ചില്ല. അന്നെ പോലൊരു മകൻ ഉണ്ടായത് തന്നെ ഓന്റെ ഭാഗ്യല്ലേ. ഓൻ അങ്ങനെ തന്നെ വേണം. അത് ഉപ്പച്ചയ്ക്ക് മനസ്സിലാവണ്ടേ? ആ ഓനല്ലെങ്കിൽ എന്റെ ബുദ്ധിയൊന്നും ഇല്ലല്ലോ. അല്ലെന്നോ നിങ്ങളുടെ വയ്യായിക്ക് ഇപ്പൊ ഭേദമില്ലേ? എന്ത് ഭേദം? ഒരു സാധനം തിന്നാൻ പറ്റൂല. പിന്നെ വല്ല ഫ്രൂട്ട്സ് ഒക്കെ ആണെങ്കിൽ തിന്നായിരുന്നു. അതിനൊന്നും ഇപ്പൊ ഞമ്മക്ക് അതിനുള്ള പാകൂല്ലല്ലോ. നിങ്ങളെ കാണാൻ വരുന്ന ഒരു ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ടുവരൂലേ? ആ കൊണ്ടുവരും. അന്നെ പോലത്തെ ഓരോ കുരിപ്പോളല്ലേ. കൊരങ്ങ ചാട്ടം ചാടാതെ ഒരു പാത്തിരുന്ന ഉസ്മാനെ. ഇങ്ങോട്ട് വരും ഓരോരുത്തര്. കൊറേ തൊള്ള മുടക്കും, കൊറേ ചിരിക്കും, എന്നിട്ടൊരു പോക്ക. അല്ല ഉസ്മാനെ അന്നെ പറഞ്ഞല്ലട്ടാ. ഞാൻ പോവാ കുഞ്ഞാപ്പക്ക, റേഷൻ പിടിയിലേക്ക് പോകാണ്ട്. ആ എന്നാ ശരി, ഇജ്ജ് പോയിക്കോ. ആ ഉസ്മാനെ ഇജ്ജിവിടെ വന്നാ. എന്താ കുഞ്ഞാപ്പുക്ക? അല്ലാതെ ഇന്നെ കാണാൻ ആരെങ്കിലൊക്കെ വരണതിച്ച് കണ്ടാലേ എന്തെങ്കിലൊക്കെ തിന്നാൻ കൊണ്ടുവന്നോളാന്ന് പറഞ്ഞോളിട്ടാ. അല്ലാതെ ഈ കജ്ജും വീച്ചിട്ട് ഇങ്ങോട്ട് വരണ്ട, ഈ തൊള്ളയും തുറക്കാൻ വേണ്ടിയിട്ട് ഇജ്ജൊന്ന് പറഞ്ഞാളാ. എന്നാ ശരി. ഐ എത്ര പറഞ്ഞാലും മനസ്സിലാവാത്ത ഓരോരോ സാധനങ്ങൾ. അല്ലാ പൈപ്പ് തുടങ്ങിയാലോ. പൈപ്പ് തുടങ്ങിയാൽ തീരെ വെച്ച. അല്ലാ കുഞ്ഞാപ്പുക്ക ഏതൊരു മൊയിന്ത് വരുന്നുണ്ടല്ലോ. ഇവിടെ കിടക്കാ.